ഞായറാഴ്ച ചെന്നൈയിലെ ധനുഷിന്റെ ആരാധക സംഘടന സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പാണ് എല്ലാ അഭ്യൂഹങ്ങൾക്കും തുടക്കമിട്ടത്. ക്യാമ്പിൽ പങ്കെടുത്ത ധനുഷ് വേദിയിൽ വെച്ച് തന്റെ ആരാധകരോട് സംസാരിച്ച വാക്കുകൾ വളരെ പെട്ടെന്നാണ് തരംഗമായത്. വെറുമൊരു നടനും ആരാധകരും തമ്മിലുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് സമൂഹത്തിന് തിരികെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് ധനുഷ് വളരെ വികാരധീനനായി സംസാരിച്ചു. ഇത്രയധികം ആളുകൾ ഒരിടത്ത് ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ഈ ഒരുമയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആ ഒത്തൊരുമയ്ക്കൊരു ലക്ഷ്യം നൽകേണ്ടതുണ്ട്. ഓഡിയോ ലോഞ്ചുകളിലും മീറ്റപ്പുകളിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നാം പങ്കാളികളാകേണ്ടതുണ്ട്. ഇങ്ങനെയായിരുന്നു ധനുഷിന്റെ വാക്കുകൾ. തിയേറ്ററുകളിൽ പടക്കം പൊട്ടിക്കുന്നതിലും കട്ടൗട്ടുകളിൽ പാലൊഴിക്കുന്നതിലും മാത്രം ആരാധക കൂട്ടായ്മകളുടെ പ്രവർത്തനം ഒതുങ്ങി നിൽക്കരുതെന്ന് ധനുഷ് ഓർമ്മിപ്പിച്ചു. സ്വന്തം പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായ ആളുകളുടെയും അയൽപ്പക്കങ്ങളിലെ കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾ നേരിട്ടറിഞ്ഞ് അവരെ സഹായിക്കാൻ മുന്നോട്ട് വരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം സാധ്യമായ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നും അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തനിക്ക് ആരാധകരെ ഓർത്ത് കൂടുതൽ അഭിമാനം തോന്നണമെന്നും നടൻ കൂട്ടിച്ചേർത്തു. ഈ മാറ്റം ഉടൻ തന്നെ പ്രവൃത്തി പദത്തിൽ വരുത്താൻ അദ്ദേഹം ഫാൻസ് ക്ലബ് ഭാരവാഹികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ നിർദ്ദേശങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഇതിനെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ മുന്നോടിയായാണ് വിലയിരുത്തുന്നത്. കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഇത്തരം വഴിത്തിരിവുകൾ പുതിയതല്ല. നടൻ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം രൂപീകരിക്കുന്നതിന് തന്റെ ആരാധക കൂട്ടായ്മയായ വിജയ് മക്കളിഴക്കം വഴി വർഷങ്ങളോളം രക്തദാന ക്യാമ്പുകളും സൗജന്യ ഭക്ഷണ വിതരണവും വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങളും വിജയ് നടപ്പിലാക്കിയിരുന്നു. ഇത് വിജയ്ക്ക് വലിയൊരു ജനപ്രിയ മുഖം ഉണ്ടാക്കിയെടുത്തു. അതേ പാത പിന്തുടർന്ന് തന്റെ ഫാൻസ് നെറ്റ്വർക്കിന് ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് മാറ്റാനാണോ ധനുഷിന്റെ ശ്രമമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സംശയിക്കുന്നത്. പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും വൈറലായതോടെ വലിയ പിന്തുണയാണ് ധനുഷിന് ലഭിക്കുന്നത്. തമിഴ്നാട്ടിലെ യുവാക്കൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം വോട്ടുകളായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് ധനുഷിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒട്ടേറെ പോസ്റ്ററുകളും ഹാഷ്ടാഗുകളും ഇപ്പോൾ സജീവമാണ്. ഇളയ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിനപ്പുറം ജനനേതാവെന്ന പ്രതിച്ഛായയിലേക്ക് ധനുഷ് മാറുകയാണോ എന്ന ചോദ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകൾക്കിടയിലും തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും ധനുഷ് അതേ വേദിയിൽ വച്ച് മറുപടി നൽകി. രായൻ എന്ന ചിത്രത്തിന് മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളുമായിരുന്നു വിഷയം. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളായ പുതുപ്പേട്ടെ, കർണൻ, മരിയാൻ, രാഞ്ചന എന്നീ സിനിമകൾക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാതെ പോയപ്പോൾ ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലെന്ന് ധനുഷ് ചൂണ്ടിക്കാട്ടി. ഒരു തമിഴൻ എന്ന നിലയിൽ തനിക്ക് ഇത്തവണ ലഭിച്ച അംഗീകാരങ്ങൾ തള്ളിക്കളയാതെ ആഘോഷമാക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലാരംഗത്ത് സംവിധായകനായും നടനായും കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ധനുഷിന്റെ ഈ പ്രസ്താവന വരുന്നത്. വിജയ്ക്ക് ശേഷം തമിഴകത്ത് നിന്ന് മറ്റൊരു യുവതാരം കൂടി രാഷ്ട്രീയത്തിലേക്ക് കണ്ണുവെക്കുകയാണോ എന്നത് വരും ദിവസങ്ങളിലെ ഇവരുടെ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകും. ആരാധക കൂട്ടായ്മകളെ സാമൂഹിക സേവനത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ഈ തീരുമാനം കേവലം ജീവകാരുണ്യം മാത്രമാണോ അതോ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം.